ജലക്ഷാമം അനുഭവപ്പെടും. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരെയാണ് തൂതപ്പുഴ. തൂതപ്പുഴയിൽ നിന്ന് മൂതിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ഈ കുന്നിൻ മുകളിലുള്ള ടാങ്കിൽ വെള്ളം ശേഖരിക്കും. അവിടെ നിന്ന് 2 കനാലുകൾ വഴി വെള്ളം കൃഷിസ്ഥലത്ത് എത്തിക്കും. ഏകദേശം 150 ഹെക്ടറോളം കൃഷിക്ക് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 30ഓളം കുടിവെള്ള പദ്ധതികളാണ് ഇവിടെയുള്ളത്. ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ ടാങ്കാണിത്. തൂതപ്പുഴയിൽ നിന്ന് ഈ ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്നു. ഏകദേശം 2.5 ലക്ഷം ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും. ഈ പ്രദേശത്ത് ഒരു 3000 കുടുംബങ്ങൾക്ക് ഇവിടെ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. 250 കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. അതാത് പ്രദേശത്ത് കമ്മിറ്റികൾ രൂപീകരിക്കുകയും പദ്ധതിയുടെ മേൽനോട്ടം ഈ കമ്മിറ്റികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതോടെ ഗുണകരവും സമയബന്ധിതവുമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സ്വജൽധാര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 ശുദ്ധജല വിതരണ പദ്ധതികൾ ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഏകദേശം 250ഓളം കുടുംബങ്ങൾക്ക് അതിന്റെ സേവനം ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലൊരു ടാങ്കാണ്, കുഴൽക്കിണറാണിത്. ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കുന്നിൻ മുകളിലെ ടാങ്കിലെത്തിക്കും. അവിടെ നിന്ന് പൈപ്പ് കണക്ഷൻ വഴിയാണ് വീടുകളിൽ വെള്ളം എത്തിക്കുന്നത്. വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ അപ്പൊ കൃത്യമായിട്ട്? ആണോ? നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെള്ളത്തിന്? നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കിണറുണ്ടായിരുന്നൊക്കെ തോർന്നു പോയി. നേരം പൈസ ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഈ വെള്ളം വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് വെള്ളം വരില്ലാതെ കിട്ടുന്നത്. വെള്ളം അടിക്കുമ്പോൾ 1 കൊല്ലായിരിക്കും. പദ്ധതിയുടെ ആരംഭത്തിൽ ഒരു ടാങ്കിൽ നിന്ന് മാത്രമാണ് കുടിവെള്ള വിതരണം നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 3 ടാങ്കുകളിൽ നിന്നുള്ള വിതരണ സംവിധാനമാണ് ഇവിടെയുള്ളത്. പഞ്ചായത്ത് പ്രദേശത്തിന്റെ വടക്കും പടിഞ്ഞാറും അതിര് നിർണയിച്ച് കടന്നുപോകുന്ന സമൃദ്ധമായ തൂതപ്പുഴ കുടിവെള്ളത്തിനും കൃഷിക്കും ഒരനുഗ്രഹമാണ്. ഈ പുഴയിൽ രൂപം കൊണ്ട കയങ്ങൾ വേനൽക്കാലങ്ങളിലെ പ്രകൃതിയുടെ ജലസംഭരണികളാണ്. പുഴയിൽ സ്ഥാപിച്ച പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് കുന്നിൻ മുകളിൽ സ്ഥാപിച്ച ടാങ്കിൽ വെള്ളം സംഭരിച്ച് പാടശേഖരങ്ങളിലേക്ക് കനാൽ മുഖേന എത്തിക്കുവാൻ സാധിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവിടുത്തെ ഈ 2 കനാലുകളും നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹായത്തോടെയാണ് ഈ ജലസേചന പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പാറക്കടവ് ഇറിഗേഷൻ, കാലടിക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ, ചിറക്കൽ ഇറിഗേഷൻ എന്നിവയാണ് ഇവിടുത്തെ മറ്റു 3 ജലസേചന പദ്ധതികൾ. കുടിവെള്ള പദ്ധതികളോളം പ്രാധാന്യമർഹിക്കുന്നവയാണ് ഈ പഞ്ചായത്ത് സ്ത്രീ ശാക്തീകരണ രംഗത്ത് കൈവരിച്ച പുരോഗതിയും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രവർത്തനങ്ങളും. 2004 ആരംഭിച്ച കുടുംബശ്രീക്ക് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന 145 യൂണിറ്റുകളാണ് ഉള്ളത്. 5 ആളുണ്ട്. ഇതിന്റെ എങ്ങനെ പ്രാക്ടീസ് ഒക്കെ കിട്ടി? നല്ല ഷേപ്പ് ഒക്കെ വരുത്തില്ലേ പാത്രങ്ങൾ ഉണ്ടാക്കുക? എങ്ങനെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഷേപ്പിൽ ഉണ്ടാക്കുന്നത് ഈ മെഷീന്റെ മോട്ടറിന്റെ ഇതുണ്ട്, ചക്രം ഉണ്ടാകുമ്പോ വെച്ചിട്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കും. പരിശീലനം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പരിശീലനം പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോയിട്ട് പാലക്കാട് കൊണ്ടുപോയിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പച്ചക്കറികളുടെ ഉയർന്ന വിലയ്ക്കും അനിയന്ത്രിതമായ കീടനാശിനി പ്രയോഗത്തിനും പരിഹാരം കണ്ടെത്തുകയാണ് ഒറ്റയ്ക്കും സംഘമായും നടത്തിവരുന്ന ഈ കൃഷിയിലൂടെ. 77 കുടുംബശ്രീ യൂണിറ്റുകളാണ് പച്ചക്കറി നെൽകൃഷികളിലൂടെ വരുമാനം കണ്ടെത്തുന്നത്. സ്ത്രീകളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ നിരവധിയുണ്ട് ഇവിടെ. കുടുംബശ്രീ സംവിധാനങ്ങൾക്ക് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിലും സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുവരുന്നത്. അല്ലമിൻ കുടുംബശ്രീ ഉണ്ട് അല്ലേ? എത്ര താത്തമാരുണ്ട് ഇവിടെ? 12 പേരുണ്ട്. അതല്ലേ? എല്ലാ നേരം ഉണ്ടോ? പകൽ സമയം മുഴുവൻ ഇവിടെ? എങ്ങനെ നിങ്ങളുടെ വരുമാനമൊക്കെ എങ്ങനെയാ? വരുമാനം ഞങ്ങള് ടോട്ടലായിട്ട് മാസം കണക്ക് കൂട്ടും. 5000-5500 റുപ്യന്റെ അടുത്ത് പൊടിക്കും. പൊടിച്ചിട്ട് അതിൽ 2500 റുപ്യ കറണ്ട് ബില്ലും വാടകയും ഞങ്ങൾ കൊടുക്കും. ഇതിപ്പോ നിങ്ങൾ കുറെ പാത്രങ്ങളൊക്കെ വാങ്ങിട്ട് എങ്ങനെയാ ഇത് തുടങ്ങുന്നത്? ഇത് ഞങ്ങൾക്ക് പഞ്ചായത്തിലെ അംഗങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അതുപോലെ ബ്ലോക്കിൽ നിന്ന് കിട്ടിയ RF ഞങ്ങൾ ലോൺ എടുത്തിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് ചെറുതായിട്ട് തുടങ്ങി. ഇപ്പൊ തിരക്കിടില്ലാതെ പോകുന്നു. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് 30ഓളം അംഗൻവാടികൾ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ 60ഓളം സ്ത്രീ ജീവനക്കാരുണ്ട്. ഉദാരമതികൾ സംഭാവന നൽകിയ സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹായത്തോടെ പഞ്ചായത്ത് ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളോടും കൂടിയാണ് പഞ്ചായത്ത് ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റുമതിൽ, കുടിവെള്ളം, കറണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. കൗമാരക്കാർക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഇവിടെ നിന്ന് പോഷകാഹാരം നൽകുന്നുണ്ട്. അതുപോലെ പൾസ് പോളിയോ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും ഇവിടെ നടത്തുന്നുണ്ട്.
വീടിനുള്ളിൽ മാത്രമായി ഒതുങ്ങിക്കൂടിയിരുന്ന തിരുവേഗപ്പുറയിലെ സ്ത്രീകൾ ഇന്ന് ഈ സംരംഭങ്ങളിലൂടെ കുടുംബത്തിലും അതിലുപരി സമൂഹത്തിലും പുതിയ തലങ്ങൾ സൃഷ്ടിക്കുകയാണ്. പഞ്ചായത്തിന്റെ ചുമതലയിൽപ്പെടുന്ന അടിസ്ഥാന മേഖലകൾ ആയിട്ടുള്ള കുടിവെള്ളം, ജലസേചനം, ശുചിത്വം, കൃഷി, ഇവയിലൊക്കെ പഞ്ചായത്തിന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട് അല്ലേ? നല്ല വികസനം ഇതൊക്കെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി? ഈ ഭരണസമിതി അധികാരത്തിലേറിയപ്പോൾ മുതൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ, അതിന് മുന്നേ തന്നെ വികസന പ്രവർത്തനങ്ങളുമായി പോയിരുന്നു. പക്ഷെ നമ്മുടെ ഭരണസമിതി ഏറ്റെടുത്ത കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ പദ്ധതികളാണ് നേരത്തെ തന്നെ തുടങ്ങിയത് ഉണ്ടായിരുന്നത്? കൃഷിയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു, കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ടും മറ്റ് അംഗനവാടികൾ പൂർണ്ണമായിരുന്നില്ലെങ്കിലും അംഗനവാടികളുടെ പ്രവർത്തനങ്ങളും നടപ്പിലായിരുന്നു. നല്ല കാര്യം. ഒരു 500 ചില്ലാനം കുടുംബങ്ങൾക്ക് ഈ കുടിവെള്ള പദ്ധതികൾ കൊണ്ട് ഇപ്പോൾ മെച്ചം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കുടിവെള്ളം ലഭിക്കുന്നുണ്ട്. ബാക്കിയുള്ള കുടുംബങ്ങളിലെല്ലാം വെള്ളത്തിന് പ്രശ്നമുണ്ടോ? അവിടെ വാട്ടർ അതോറിറ്റിയുടെ പൊതു പൈപ്പുകളുണ്ട്, വാട്ടർ അതോറിറ്റിയിലെ പൈപ്പുകളുണ്ട്. കൂടാതെ വാട്ടർ അതോറിറ്റിയിൽ തന്നെ ചില സമയത്ത് ഉയർ പ്രദേശങ്ങളിലൊന്നും വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ജനങ്ങള് പൊതുവെ ഇതിപ്പോ സാധാരണ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ എല്ലാ ആവശ്യം ഞങ്ങൾക്ക് കുടിവെള്ളം എന്നായിരുന്നു. അപ്പൊ ഏറ്റവും അത്യാവശ്യമായത് അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഓരോരോ പ്രദേശങ്ങളിൽ, ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുത്ത് അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അവിടെ ഒരു സ്ഥലം സർവേ നടത്തി സ്ഥലത്ത് നോക്കി കിണർ കുഴിച്ച് അവിടെ പമ്പ് സെറ്റും ഒക്കെ കൊടുത്ത് ടാങ്ക് വെച്ച് വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കും. ഈ പദ്ധതികളൊക്കെ തന്നെ ഗുണഭോക്തൃ സമിതിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്തൃ സമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ കുടിവെള്ള പദ്ധതിക്കും ഗുണഭോക്തൃ സമിതികളുണ്ട്. അപ്പൊ ഈ വെള്ളം ഉപയോഗിക്കുന്നവരിൽ നിന്ന് വല്ല ഫീസും ഓരോ വീടിലും മോണിറ്റർ വെച്ചിട്ടുണ്ട്. ടാപ്പ് വെച്ച വീടുകളിലൊക്കെ മീറ്റർ വെച്ച് ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ ഒരാളെ പൂർണ്ണ ചുമതല കൊടുത്തിട്ട് മീറ്റർ റീഡിംഗ് എടുക്കാനും അതിൽ വരുന്ന പൈസ എടുക്കാനും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാവരും അങ്ങനെ തരുന്നുണ്ട്, നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അല്ല, പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വെറുതെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ചില ഇതിലൊക്കെ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ പഞ്ചായത്തുമായിട്ട് സമീപിക്കാറുണ്ട്. അപ്പൊ പഞ്ചായത്തിലെ അവിടെയുള്ള മെമ്പറും ഞങ്ങൾ ഭരണസമിതി അംഗങ്ങളും കൂടി പോയി അവിടെ യോഗം ചേർന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പദ്ധതി അവരെ ഏൽപ്പിച്ച് ആസ്തി നിങ്ങളുടെയാണ്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്നുള്ള ബോധം അവരിൽ ഉണ്ടാക്കി അവർ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കമ്പ്യൂട്ടർ കൊടുക്കുന്നുണ്ട്. അത് പഞ്ചായത്തിന്റെ ചെലവിലാണോ കമ്പ്യൂട്ടർ മേടിച്ചു കൊടുക്കുന്നത്? പഞ്ചായത്തിന്റെയും പിന്നെ MP MLA അങ്ങനെ കിട്ടിയിട്ടുണ്ട്, ആ ഫണ്ടുണ്ട്, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതില് പിന്നെ SSA ഫണ്ട് ഉണ്ടോ? SSA ഫണ്ട് ഉണ്ട്, എല്ലാം കൂടിയിട്ടാണ്. കൂടാതെ അല്ല, ഇതിന് പഞ്ചായത്തിന്റെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് എന്താ വഹിക്കുന്നത്? അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം കൂടെ, ഈ വിദ്യാഭ്യാസം കൃഷിയും ഇവിടെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസം കൃഷിയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു സ്കീമും കൂടെ ഞങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാലയങ്ങളുടെ മുന്നിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ പച്ചക്കറി അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള, അത് മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയിട്ട് പത്രങ്ങളിലൊക്കെ കുട്ടികൾ തന്നെ ഉൽപ്പാദിപ്പിക്കും. പഠിക്കാൻ സമയം വേണ്ട. അല്ല, അത് കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലാണ്. അതുമല്ല, ചെറുപ്പക്കാരെ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവരിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ചുകൂടി അത് ഗൗരവമുള്ള കാര്യമാണ്. കാരണം ചെറുപ്പക്കാർ പിൻവാങ്ങുന്നത് നമ്മുടെ മക്കൾ ചെയ്യില്ലല്ലോ. അതെന്തുകൊണ്ടാ? അതിനനുസരിച്ചുള്ള ഡിഗ്നിറ്റി ഇല്ല, അതിനനുസരിച്ചുള്ള വരുമാനമില്ല. നേരെ മറിച്ച് ഇത് ആധുനികവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള തൊഴിൽ പദവിയും അതിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. അത് ഒരു ആഭിമുഖ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല. പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ നെല്ല്, വാഴ, തെങ്ങ്, ഈ 3 കൃഷിയുടെയും മേഖലയിൽ കൃഷിക്കാരെ സഹായിക്കാൻ പഞ്ചായത്ത് എന്തെല്ലാം പരിപാടികളാണ് ചെയ്യുന്നത്? അവിടെ 4 പാടശേഖര സമിതികളിലെ 10 പാടശേഖര സമിതിയാണ് മൊത്തത്തിലുള്ളത്. അവർ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നെൽകൃഷി ചെയ്തത്. അതിൽ അതുവരെ ഉണ്ടായിരുന്ന ഉൽപാദനം ഹെക്ടറിന് കൃഷി ഓഫീസറുടെ ഭാഗത്തുനിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം 2000-ന് അടുത്താണ്, 1000-നും 2000-നും ഇടയ്ക്കാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തപ്പോൾ 4000-നും 5000-നും ഇടയ്ക്ക് ആണ് ഉൽപാദനം. 2 പൂവിലും കൂടെ അത് വളരെ അത് പോരാ. അപ്പോൾ നെല്ലിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിച്ചില്ലെങ്കിൽ
നിങ്ങൾ എന്തെല്ലാം സഹായം കൊടുത്താലും കൃഷിക്കാർ അതിൽ ഉറച്ചു നിൽക്കില്ല. അപ്പോൾ അതിൻ്റെ ഉൽപ്പാദന വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്. മോൻ്റെ പേരെന്താ? അക്ഷയ്. അക്ഷയ് ഏത് ക്ലാസ്സിലാ? 7th. മോന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? ആ. എന്തുകൊണ്ടാ? അവിടെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അത്യാവശ്യമായിട്ടൊരു ജോലി വേണമല്ലോ വളർന്നു വരുമ്പോൾ. അപ്പം അതിനൊക്കെ സഹായിക്കും. കൂടുതൽ അറിവ് നേടാനും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലോകത്ത് നടക്കണമെന്നൊക്കെ അറിയാൻ പറ്റും. ക്ലാസ് റൂം എങ്ങനെയാ? നല്ല വൃത്തിയുള്ള ക്ലാസ് റൂംസ് ആണോ? അതെ. എല്ലാ സൗകര്യവും ഉണ്ടോ? മേശ, കസറ നല്ലതെല്ലാം ഉണ്ടോ? അതുപോലെ ക്ലബ്ബുകളുണ്ടോ? ആ, ഉണ്ട്. മോൻ ഏത് ക്ലബിലെല്ലാം ഉണ്ട്? ഞാൻ സയൻസ് ക്ലബിലാണ്. സയൻസ് ക്ലബ്. വേറെ എന്തൊക്കെ ക്ലബ് ഉണ്ട്? വേറെ ഇംഗ്ലീഷ് ക്ലബ്ബ്, കാർഷിക ക്ലബ്ബ്, അങ്ങനെ കുറെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ഓരോ ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെ ക്ലബ്ബുകളുണ്ട്. അതൊക്കെ നന്നായി നടക്കുന്നുണ്ടോ? ആ. എന്തൊക്കെ മോന്റെ ക്ലബിൽ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? അത് ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടത്താറുണ്ട്. സെമിനാറുകൾ അങ്ങനത്തെ നടത്താറ്. പിന്നെ പരിസ്ഥിതി ക്ലബ്ബാണ് ഇങ്ങനെ വൃത്തിയാക്കലും അത് കൂടുതലായിട്ട് നടത്താറുണ്ട്. പാരമ്പര്യേതര ഊർജ്ജ മേഖലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതായിട്ട് കാണുന്നു. അതായത് പുകയില്ലാത്ത അടുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ പിന്നെ സൗര അടുപ്പുകൾ, സൗര വാട്ടർ ഹീറ്റ്, ബയോഗ്യാസ് പ്ലാന്റ്, അതൊക്കെ ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതിനെപ്പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് എന്താണ് ചെയ്യുന്നത്? CFL ലാമ്പുകൾ വിതരണം എന്താണ്? അതേപ്പറ്റി എന്താണ് പ്രതികരിക്കാനുള്ളത്? പ്രധാനമായി ഊർജ്ജരംഗത്തുള്ള പ്രതിസന്ധി തന്നെയാണ് നമ്മൾ ഈ രീതിയിലേക്ക് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. നമ്മളെന്താ വെച്ചാൽ പിന്നെ കൂടുതലായിട്ട് പരമ്പരാഗത രീതിയിലുണ്ടായിരുന്ന ഇന്ധനം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുക. വിറകടുപ്പ് എന്ന് പറയുന്നത് മാറി വന്ന ജീവിതത്തിനനുസരിച്ച് ഒന്നാമത് ഉപയോഗിക്കാൻ താല്പര്യമില്ലായ്മ, അങ്ങനെ എന്നാൽ സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് പോലുള്ള മറ്റു കാര്യങ്ങൾ കിട്ടാൻ കഴിയാതെ വരിക. അങ്ങനെയാണ് നമുക്ക് ഈ രീതിയിലേക്കുള്ള കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല, എത്ര വീടുകളിൽ പുകയില്ലാത്ത അടുപ്പുണ്ട് എന്ന് വല്ല കണക്കുണ്ടോ? ഏകദേശം 600ഓളം വീടുകളിൽ പുകയില്ലാത്ത അടുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 7000-ഓളം കുടുംബങ്ങളുണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതാ പ്രശ്നം. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും കുടിവെള്ള വിതരണം, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം. ഈ രംഗത്ത് നല്ല പ്രവർത്തനങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്, സന്തോഷകരം. പക്ഷേ ഈ നാറാണത്ത് പ്രാന്തനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുകയുണ്ടായി. ഞാൻ ആ സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാത്തത്? വളരെ സാധ്യതയുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒട്ടേറെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇടയുള്ളൊരു പ്രദേശമാണിത്. എന്തുകൊണ്ട് അത്തരം പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല? സാറേ, ഞങ്ങളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ജില്ലയിലൊരു സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഇതിന് വേണ്ട സംവിധാനമൊക്കെ ചെയ്ത് ജില്ലയിൽ ഇതിൻ്റെ വിദഗ്ധരായിട്ടുള്ള സമിതികളുമായി കൂടി ആലോചിച്ചിട്ട് വേണ്ട ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലാവില്ല എന്ന് മാത്രം. എന്തായാലും അത് ശ്രദ്ധയിലുണ്ട്. എന്തായാലും ഇനി കുറച്ചും കൂടി അതിന് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും. നല്ല സാഹചര്യമുണ്ട്. നമുക്ക് നിലവിൽ മാർക്സിലേക്ക് കിടക്കാം അല്ലേ? കണമാശ എൻ്റെ മാർക്ക് 15-ൽ 12, 15-ൽ 11.5, 10-ൽ 7.5, 10-ൽ 7.5, 10-ൽ 8. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന് 60-ൽ 46.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ, പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് TVPA സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. നെല്ലിപ്പടി കാണുക എന്ന പ്രയോഗം കേട്ടിട്ടില്ലേ? കിണറ്റിൽ നിന്നുണ്ടായതാണ് ഈ പ്രയോഗം. കിണറ്റിലെ വെള്ളത്തെ ഔഷധ ഗുണമുള്ളതാക്കുവാനും ശുദ്ധീകരിക്കാനും ഒക്കെ വേണ്ടി നെല്ലിമരത്തിന്റെ ഒരു വളയം ഏറ്റവും അടിയിൽ സ്ഥാപിക്കും. അതാണ് നെല്ലിപ്പലക. വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നെല്ലിപ്പലക കാണുന്ന സമയമാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ നീർത്തട വികസന പദ്ധതിയിലൂടെയും ജലസംരക്ഷണ പദ്ധതികളിലൂടെയും ഒക്കെ നമ്മൾ ഈ നെല്ലിപ്പലക കാണിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഗ്രാമത്തിന്റെ കാഴ്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.